ഈ വീട് വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ഇത് വിറ്റുപോയി. പൊയ്ക്കോ. ക്യാഷ് എല്ലാം റെഡിയാണല്ലോ. എഗ്രിമെന്റ് എല്ലാം സൂക്ഷിച്ച് വായിച്ചു നോക്ക്. സത്യം എന്ന് പറയുന്നത് നിങ്ങളാണോ സാർ? അല്ലടാ, ഈ വീട് ഇങ്ങനെ വെറുതെ കാലിയായി കിടക്കുന്നത് കണ്ടപ്പം 2 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 2 എന്ന് പറഞ്ഞ് നിനക്ക് തരാന്ന് വിചാരിച്ചു. എന്തിനാ സാർ ഇങ്ങനെ കോപിക്കുന്നത്? നിങ്ങളുടെ മുഖം നോക്കിയാൽ ആർക്കാ ദേഷ്യപ്പെടാൻ തോന്നുക? ചെറിയ പിള്ളേരുടെ ഫേസ് അല്ലേ സാറിന്? എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? എന്താ എനിക്ക് വേണ്ടേ? സർ, സത്യയുടെ ഫ്രണ്ടാ ഞാൻ. ഇവന് വരാൻ കണ്ട ഒരു സമയം. ഞാൻ സത്യമല്ലെന്ന് അകത്തിരിക്കുന്നവൻ അറിഞ്ഞാൽ അവൻ എന്റെ ചീട്ട് കീറും. സത്യം ഇവനോട് പറഞ്ഞാൽ ഇവനും എന്റെ ചീട്ട് കീറും. അത് നിങ്ങളുടെ ഫ്രണ്ടല്ലേ സാർ? അതിന് തനിക്കെന്ത് വേണം? ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെയാ. ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങൾ കാണും. നിനക്കെന്താ? നീ പോയിട്ട് പിന്നെ വാ. ശരി എന്നാ. വരുമ്പോ ക്യാഷ് എടുക്കാൻ മറക്കണ്ട. ഓ, നീ കയറി വാ. നിന്റെ പേരെന്താ? റാം. ഞാൻ ആരാണെന്നറിയോ? സത്യയുടെ അമ്മാവനാ. ചെറുപ്പം തൊട്ടേ അവൻ എന്റെ അടുത്ത് നിന്നാ പഠിക്കുന്നത്. ഹലോ, ഞാനെന്ന് വെച്ചാ അവന് ഇതാ. അതൊക്കെ പോട്ടെ. സത്യയുടെ ഫ്രണ്ടാണെന്ന് കരുതി എന്നോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് വേണ്ട വരാൻ. ഓക്കെ, ഒരുങ്ങിക്കിട്ട് വന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് 2 days സമയം തരുന്നു. അതിനുള്ളിൽ ഇവിടം വിട്ട് എവിടേക്കെങ്കിലും പോയിക്കൊള്ളണം. ഹലോ, അങ്ങോട്ടല്ല, ആ മൂലക്കെങ്ങാനും പോയി കിടന്നു. ഇവനെന്താ അലമാരി കയറി? ഇവിടെ ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വീടിന് ഒരു 2 ലക്ഷം കൂടി കൂട്ടിച്ചോദിക്കായിരുന്നു. കഷ്ടം. മോനെ, സത്യ ഈ സീക്രട്ടത്തിനോട് എപ്പോ പറഞ്ഞടാ? കള്ളൻ. എന്നെ പോലെ ഒന്നും ഒളിച്ചു വെക്കാനുള്ള കഴിവാവില്ല. അണ്ണാ, അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല അണ്ണാ. ഇതാണോടാ വീരുഭായോട് പറയാൻ പോകുന്നത്? അമ്മച്ചാണല്ലേ? ആണോടാ? പോയി നോക്കടാ. ിരിക്കുന്നവൻ അവനെ കണ്ട പ്രശ്നമാവും. എന്നെ രക്ഷിക്കണേ പ്ലീസ്. ആ വീരുബായുടെ ആൾക്കാരെന്തിനാ നിന്റെ പുറകെ നടക്കുന്നത്? എന്നെ കണ്ടാൽ അറിയില്ലേ എന്ത് ഗ്ലാമറാ എന്നെ കാണാൻ. ഒരു ദിവസം അവനെ കണ്ടപ്പോ എനിക്ക് സുന്ദരനായിട്ട് തോന്നി. What a body, sir. Nice, fantastic. ഒരു ഫോട്ടോ എടുത്തോട്ടെ പ്ലീസ്. അതെ, ഒരു ഫോട്ടോ എടുക്കോ. താങ്ക് യു. ദേവാ, എനിക്ക് അവളെ വേണം. അപ്പൊ തൊട്ട് എന്റെ കഷ്ടകാലവും തുടങ്ങി.
അവൻ എന്റെ പുറകെ കൂടിയ പിന്നെ എന്നെ സൈറ്റ് അടിച്ചോണ്ട് നടന്ന ബോയ്സ് അത്രയും എന്നെ മൈൻഡ് ചെയ്യാതെ നടക്കാൻ തുടങ്ങി. മിനിഞ്ഞാന്നൊരു ദിവസം വീട്ടിൽ വന്ന് അമ്മയെ അച്ഛനെ അവൻ ഭീഷണിപ്പെടുത്തി. എനിവേ എന്നെ സേവ് ചെയ്തേന് താങ്ക്സ്. ഇനി അവൻ വീണ്ടും വന്നാലോ? വന്നാൽ എന്ത് ചെയ്യാനാ? വന്നോട്ടെ, എനിക്കറിയില്ല. ഇങ്ങനെ പിടികൊടുക്കാതെ നടക്കേണ്ടി വരും. ഇനി അവൻ വന്ന നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാ മതി. അതിനെനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ. ഒരാളുണ്ടല്ലോ. ബോയ് ഫ്രണ്ടിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നറിയോ? ബട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ എവിടെ വെച്ച് കണ്ടാലും ആ ബാച്ച് എന്നെ വെറുതെ വിടാൻ തോന്നില്ല. എനിക്ക് വേണ്ടതും അത് തന്നെയാ. ഓക്കെ, വാട്ട് യു ഡു? ഒരു ഹീറോയിൻ ആവണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്താ? എനി ഡൗട്ട്? നോ. സത്യത്തിൽ സിനിമ ഇൻഡസ്ട്രിയിൽ കൊള്ളാവുന്ന ഹീറോയിൻസ് കുറവായിപ്പോ. സമയം 10 എന്താ? ആ കാറ് കണ്ടില്ലേ? മുമ്പീന്ന് കാക്കയെ പോലെ ഒരുത്തൻ ഇപ്പോ ഒരു കള്ള നോട്ടായിട്ട് ഇറങ്ങുന്ന നോക്കിക്കോ. വേറൊരു എരുമയിപ്പ ഇറങ്ങി വരും, പുല്ലും ചവച്ചോണ്ട്. അവന്മാരുടെ കുറെ കുരങ്ങുകളുണ്ട്. അണ്ണാ അവളടുത്ത് ആരാ ഇരിക്കണല്ലോ അണ്ണാ? നമ്മളാണെന്ന് അറിഞ്ഞൂടാതെ കയറി ഇരിക്കണായിരിക്കും. നീ പോയി വിളിച്ചോണ്ട് വാ. അണ്ണാ ലവ ഇങ്ങോട്ട് വരണുണ്ടണ്ണാ. എവിടുന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്ന്? അവളടുത്ത് നിനക്കെന്തൊരു പരിപാടി? അവള് നിന്റെ പെങ്ങളാണെങ്കിലേ നീ എന്റെ പാവം അളിയനാ മോനെ. അവ എന്തൊരു പറഞ്ഞ? അവൾ ഇവന്റെ ലവറാണെന്നുണ്ടോ? ഡേയ്, ജോക്കടിച്ചാണല്ലേ? ഞങ്ങൾ എന്തറിന് വന്നറിയോ? ദേവ പറഞ്ഞിട്ട്. പ്രൂഫ് എന്താടാ? പ്രൂഫാ? ഡേയ്, റൌഡിയൊക്കെ റേഷൻ കാർഡ് ആധാർ കാർഡ് ഇല്ലെന്ന് അറിഞ്ഞൂടി. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. അത് പോരാ, നീ ദേവയെ വിളിക്ക്, എനിക്ക് അവനോട് സംസാരിക്കണം. എന്റെ കൂടി സംസാരിക്കുന്നത് ആ ദേവടുത്ത് സംസാരിക്കുന്ന പോലെയാണ്. ഇപ്പൊ നീ എന്നെ അടിച്ചെന്തരുന്നു? ഇത് നിനക്കിട്ട് തന്ന അല്ലളിയാ, ദേവയ്ക്കിട്ട് കൊടുത്താ. എന്തരുന്ന്? നിന്നോട് പറഞ്ഞ ദേവയോട് പറയുന്ന മാതിരി നല്ല നീ പറഞ്ഞ്. ദേവക്കിട്ട് കൊണ്ടോണ്ട് എന്റെ കൈ മെനക്കെടുത്തേണ്ടി വന്നില്ല. എന്തരണടാ അടിയുള്ള ജാഗ്രത നിക്കണത്? ഏയ് നിന്നെ അടിച്ചല്ല അണ്ണ, ആ ദേവക്കിട്ട് കൊടുത്താണ് അല്ലേ അണ്ണ? നീ ശരിക്കും ബ്രില്യന്റടാ. നമുക്ക് സംസാരിക്കാം. എനിക്ക് പറ്റൂല. ഞാൻ ദേവയൊന്നുമല്ല. നിന്റെ അടുത്ത് സംസാരിക്കാൻ ഞാൻ ഇല്ല. ഞാൻ വേണേ ദേവയെ ഫോൺ വിളിച്ചു തരാം. അണ്ണാ, ഇവിടെ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടണ്ണാ. ഡയറക്റ്റ് അവൻ അണ്ണൻ്റെ കൂടി സംസാരിക്കണമെന്ന്. നിന്നോട് സംസാരിക്കുന്ന എന്നോട് സംസാരിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞോ? യമ ഇതെന്തൊരു കോപ്പി പറയണത്? അത് ഞാൻ സംസാരിച്ചാ മതി ഇന്ന്. അണ്ണാ, ഞാൻ സംസാരിച്ചിട്ട് കേൾക്കണില്ല അണ്ണാ. റേഷൻ കാർഡ് ആധാർ കാർഡും ചോദിക്കണേ. അണ്ണൻ തന്നെ ഒന്ന് സംസാരിക്കും. ആ പറയ്. ദേവ കേൾക്കാൻ പറ്റുന്നില്ല. ദേവയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഒന്നും അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ലോ. ദേവയാണ് മൈ. കിടന്ന് തൊള്ള തുറക്കാതരാ, കുറച്ച് പതുക്കെ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. ഏത് പിച്ചക്കാരനും ഞാനാ ദേവ എന്നൊക്കെ പറഞ്ഞോണ്ട് കിടന്നാ നമ്മളതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ? പ്രൂഫ് ഉണ്ടോടാ? അണ്ണൻ എവിടെ ആധാർ കാർഡ് കാണാൻ? പറയടാ, എവിടെയാ ഞാൻ വരേണ്ടത്? ഇപ്പൊ മൂടില്ലടാ. ഞാൻ നിന്നോട് പറയാം, ടൈമും പ്ലേസും ഒക്കെ കൃത്യമായിട്ട്. ഹലോ